റൂഹിജാൻ അതായത് വീണ്ടും റൂഹിജാൻ രംഗത്ത് വന്നിട്ടുണ്ട്. റൂഹിജാന്റെ പുതിയ വീഡിയോ ഞാനിപ്പോൾ വെച്ചു തരാം. അതായത് റൂഹിജാൻ പറയുന്നത് സുധിച്ചേട്ടൻ കളി തുടങ്ങി എന്നാണ്. ഉറപ്പായിട്ടും ഈ പറയുന്ന രേണു സുധിയും ബിഷപ്പും എല്ലാവരും കുടുങ്ങും. റൂഹിജാൻ പറയുന്നത് എല്ലാം ഞാൻ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ ചോദ്യം, ഈ റൂഹിജാനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? റൂഹിജാൻ വെറുതെ റിച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതാണോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ശക്തി ദൈവം കൊടുത്തതാണോ? നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ കിച്ചുവിന് വേണ്ടി അവർ സംസാരിക്കുന്നത് കൊണ്ടും നമ്മുടെ കിച്ചുവിന് നീതി കിട്ടാൻ വേണ്ടി അവർ പോരാടുന്നത് കൊണ്ടുമാണ് അവർ പറയുന്ന ഭാഗം ഞാൻ വെക്കുന്നത്. നമ്മുടെ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്കപ്പോൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. റൂഹിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ചാനൽ. ചാനൽ നെയിം ഇസ് നോ ഷൈൻ. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ചാനൽ കേരള ഓൺലൈൻ മീഡിയ. ആ ചാനലിൽ ഇന്ന് ഞാൻ വീഡിയോസ് കൊടുക്കുന്നില്ല, ബിക്കോസ് സം ടെക്നിക്കൽ ഇഷ്യൂസ് ഇസ് ദെയർ. അപ്പം എൻ്റെ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ചാനൽ ആയ സ്നോ ഷൈൻ എന്ന് പറയുന്ന ഈ ചാനലിലൂടെയാണ് വരിക. ഓക്കെ, സോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സന്ദീപ് എടപ്പാളിൻ്റെയും ഷെഫീന ബീവിയെ കുറിച്ച് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. സോ സന്ദീപ് എടപ്പാളിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടു ബിഷപ്പ് സന്ദീപിൻ്റെ നേരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതും ചീഫ് മിനിസ്റ്ററിന് ഡയറക്റ്റ്ലി ആണ് കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പം ഐ എം വെരി ഹാപ്പി. സന്ദീപ് ഇപ്പോൾ വിചാരിക്കും വൈ ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. സന്ദീപ് പോകുന്ന റൂട്ട് കറക്റ്റ് ആയതുകൊണ്ടാണ് ഐ എം വെരി ഹാപ്പി. കാരണം ബിഷപ്പിന് അറിയില്ല ബിഷപ്പ് എന്തൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന്. ലെറ്റ് ഹിം ഡു ദാറ്റ്. സന്ദീപിൻ്റെ നേരെ കേസ് ഫയൽ ചെയ്ത് തന്നെ വരണം, എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. ദെൻ ബിഷപ്പിൻ്റെ പ്രിസണിലോട്ട് പോകാനുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ബിഷപ്പ് ഇപ്പോൾ എടുത്തത്. സോ വിൽ സി ഞാൻ പറയുന്നതാണോ സംഭവിക്കാൻ പോകുന്നതെന്ന്, അതോ ലെറ്റ്സ് സി, റൈറ്റ്? എല്ലാവർക്കും അറിയണ്ടേ റൂഹി ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നത്, റൂഹി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്, റൂഹി ഭയങ്കര പ്രിഡിക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. റൂഹി പ്രിഡിക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്കങ്ങനെ പ്രിഡിക്ഷൻ പവർ ഒന്നുമില്ല. ഐ ഡോണ്ട് പ്രിഡിക്റ്റ് എനിത്തിങ്. ഞാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് പ്രഡിക്ഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അത് റിയൽ, അത് പ്രഡിക്ഷൻ അല്ല. എനിക്ക് വരുന്നത്, ഞാൻ പറയുന്നത്, എനിക്ക് റിയൽ ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡയറക്ട്ലി മെസ്സേജസ് കിട്ടുന്നതിന് കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് ഡൗട്ടുണ്ട്. അവർ പറയുമ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എല്ലാവരുടെ ഡൗട്ടൊന്നും ക്ലിയർ ചെയ്ത് തരാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചു പോകുന്ന ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് കാരണം യു ആൾ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹു ആം ഐ. ഓക്കെ, പക്ഷേ ഒരു ദിവസം എല്ലാവർക്കും മനസ്സിലാവും, സന്ദീപ് എടപ്പാളിനും ഷെഫീന ബീവിക്കും സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ സക്സസ്ഫുൾ പീപ്പിളായിട്ട് മാറും. ഇനി അവർ ലൈഫിൽ എന്ത് തന്നെ ചെയ്തു എന്ന് നിങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് അവരെ എന്ത് പറഞ്ഞാലും they will win their life for sure. ഓക്കെ, പിന്നെ റിഫക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്ത ഡ്യൂട്ടി ഇവർക്ക് രണ്ടുപേർക്കും ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ സോളുകളുടെ സപ്പോർട്ട്, ഹോളി സ്പിരിറ്റ്സിന്റെ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും കൂടെയുണ്ട്. പിന്നെ ഞാൻ രേണുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ഓഫ്കോഴ്സ് ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുമ്പോൾ, ബിക്കോസ് ഷീസ് എ ക്യാൻസർ പേഷ്യന്റ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ 4th സ്റ്റേജ്. അപ്പോൾ ഒരു 4th സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ക്യാൻസർ പേഷ്യന്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പം, ഓ മൈ ഗോഡ്, ഈ പറയുന്ന അവൾക്ക് എന്താണ് ഒരു മനുഷ്യത്വമില്ലേ, അവൾ ഒരു മനുഷ്യനല്ലേ, ഇങ്ങനെയൊക്കെ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ആൻസർ എൻ്റെ അടുത്തില്ല. ഓക്കെ, എനിക്ക് പറയേണ്ടത് അത് മരിക്കുന്നതിൻ്റെ മുമ്പ്, ഒരു സെക്കൻഡ് മുമ്പ് പറയേണ്ട കാര്യമാണെങ്കിലും ഞാൻ പറയും. എനിക്ക് പറഞ്ഞേ പറ്റൂ. സോ ഐ വിൽ സ്പീക്ക് ഔട്ട്. അത് രേണുവിൻ്റെ അടുത്ത് നിന്നല്ല, എനിക്ക് ആർക്കാണോ ഈ മെസ്സേജ് പാസ് ചെയ്യേണ്ടത് അത്
അവർ ഏത് സിറ്റുവേഷനാണ് എന്താണ് എന്ന് നോക്കിയിട്ടല്ല ഞാനത് ഫോർവേഡ് ചെയ്യുക. വൺസ് എ മെസ്സേജ് ഐ റിസീവ് ഐ വിൽ ഫോർവേഡ് ഇറ്റ്. അത് കേൾക്കുന്നതും അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതും അവരാണ്. ഓക്കെ. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് സോളുകളെ കണക്റ്റഡ് ആണ്, സോളുകളുടെ അടുത്ത് നിന്ന് ഇത്രയും മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ പോരെ ഇതിനുള്ള ആൻസേഴ്സ് ഒക്കെ എന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ. അതൊക്കെ നിങ്ങൾക്കുള്ള ഡൗട്ടായിട്ട് ഞാൻ ചിന്തിച്ചോളാം. ബട്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് സോളുകളുടെ അടുത്ത് നിന്ന് മാത്രമാണെന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? I received the message from God. Okay? So, the Holy Spirits. God sent the Holy Spirits ആണ് ഭൂമിയിലുള്ളത്. അവർ എന്നിൽ എത്രമാത്രം കണക്റ്റഡ് ആണെന്നും അവരിലൂടെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്നും ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും ഞാൻ ആർക്കും തരണ്ട. അതിൻ്റെ ആവശ്യമില്ല. എന്നെ അത് ഗോഡാണ് എന്നെ ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോഡ് തന്നെ അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ക്ലാരിറ്റി തരും ഒരു ദിവസം. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ റേണുവിനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ, റേണു യു ഹാവ് ടു സ്പീക്ക് വാട്ട് എവർ യു നോ. ദുബായിൽ സംഭവിച്ച കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ തൊട്ടിട്ട് പറയില്ല റേണുവിൻ്റെ അടുത്ത്, റേണു യു സ്പീക്ക് ഇറ്റ് ഔട്ട് എന്ന് പറയില്ല. യു നോ വൈ? എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും ഞാൻ റേണു യു സ്പീക്ക് ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഞാൻ റേണുവിനെ നിർബന്ധിക്കുവാണ് എൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നാണ് ചിന്തിക്കുന്നത്. അല്ല കേട്ടോ. ഇത് റേണു കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ ഇത് റേണുവിനുള്ളതാണ്. ഞാൻ റേണുവിനെ ഒന്നിനും ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇത് റൂഹിക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തമായി റേണുവിന് തന്നെ വേണ്ടിയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് റേണുവിനും മനസ്സിലാവും. റേണുവിനെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഒപ്പോസായിട്ട് ആ പറയുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും പിന്നീട് എന്തുകൊണ്ടാണ് റൂഹി റേണുവിനോട് ഇതൊക്കെ പറയാൻ പറഞ്ഞതെന്ന് പിന്നീട് മനസ്സിലാവും. ഇനി റേണു ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും റിഫയുടെ കേസ് സക്സസ് ആവും. ബിക്കോസ് ഹർ കേസ് ഇസ് എ മിറക്കിൾ കേസ്. ഓക്കെ. ആൻഡ് ഷീ ഈസ് എ പവർഫുൾ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ റിഫയുടെ കേസ് സക്സസിലോട്ട് മാത്രം പോകുന്ന കേസാണ്. പക്ഷെ അത് വെറും ഒരു ചെറിയ സക്സസ് ആയിരിക്കില്ല. എല്ലാത്തിനെയും കുടുക്കിയിട്ട് മാത്രമേ സക്സസ് ആവുള്ളൂ. അത് കേരളത്തിലാണെങ്കിലും ദുബായിലാണെങ്കിലും ആരൊക്കെ സ്മഗ്ലിങ്ങിനും സെക്സ് റാക്കറ്റ്സിലും ഈ പറഞ്ഞ മാഫിയയിലും എല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ടോ എല്ലാത്തിനെയും കുടുക്കിയിട്ട് മാത്രമേ റിഫയുടെ കേസ് സക്സസ് ആവുള്ളൂ. പിന്നെ ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ആൾ ആരാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അവരാണ് ഈ കേസ് കൊണ്ടുപോവുക. ഓക്കെ. കിച്ചുവിന്റെ ഫാദർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിച്ചുവും തമ്മിലുണ്ടായിരുന്നു എന്നൊക്കെ കുറെ ഇൻഫ്ലുവൻസസ് പറയുന്നത് ഞാൻ കേട്ടു. അതൊക്കെ ശ്രുതി ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ കിച്ചുവായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ശ്രുതി മരിച്ചുപോയ വെറും ഒരു സോളാണ്. ഓക്കെ. അപ്പം ആ സോള് കിച്ചുവിൻ്റെ കൂടെ ആ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നോ, എല്ലാവർക്കും തെറ്റുപറ്റി. ഹീ ഈസ് എ ഗാർഡിയൻ ഏഞ്ചൽ ഫോർ ഹിസ് ഓൺ സൺ. സുധിയാണ് കിച്ചുവിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ. ഞാനൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടു. ഹിസ് നെയിം ഇസ് ഡാനി സത്യ. ഹി വാസ് റോസ്റ്റിംഗ് മൈ വീഡിയോ. ഇറ്റ്സ് ഓക്കെ, യു ഹാവ് ദ റൈറ്റ് ടു റോസ്റ്റ് മൈ വീഡിയോ. പക്ഷേ ഡാനി സത്യ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഞാൻ വേണമെങ്കിൽ ഇതിലിടാം. ഓക്കെ. അതിനുള്ള ഒരു റിപ്ലൈ മാത്രം ഞാൻ തരുവാണ് ഡാനി സത്യക്ക്. ഇന്ന് നിനക്കായിരിക്കും കർമ്മടിക്കാൻ പോകുന്നത്. ഉറപ്പാ മോളെ, നിനക്കടിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ നീ വലിയ ഇതല്ലേ. ഈശ്വര, എന്റെ ശ്രുതി, എന്നെ കാണുന്ന ആദ്യമായിട്ടൊരു നല്ല കാര്യം പറയുക. കൊണ്ടുപോകുമ്പോഴേ ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് കൊണ്ടുപോകണം ഇതിനെ. ഞാൻ അത്ര പറയുന്നുള്ളൂ. ഡാനി സത്യ പറയുന്നുണ്ടായി, സുധിയുടെ സോളിന്റെ അടുത്ത് പറയുന്നുണ്ടായി എത്രയും പെട്ടെന്ന് ഇവരെ ഒന്ന് കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായി. ഡോണ്ട് ബി ടു ഫൂളിഷ് ഡാനി. ഡാനിനെ കണ്ടിട്ട് അത്രയും ഒരു ഫൂളിഷ് പേഴ്സൺ ആണെന്ന് തോന്നുന്നില്ല. യു ഹാവ് എ ഗുഡ് പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഫൂളിഷ്നെസ് സംസാരിക്കല്ലേ. ഓക്കെ.
So you was telling that, അവരെ പെട്ടെന്ന് കൊണ്ടുപോകും, ഷീസ് അങ്ങനെ ഭൂമിയിൽ നിന്നെല്ലാം നരകിച്ചതുപോലെ കൊണ്ടുപോകണം. I was just laughing from here, you know. It was a complete comedy for me. ഞാനത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു കോമഡി മൂവി കണ്ടതുപോലെ ഒരു ഫീൽ വന്നു. ഡാനി സത്യയുടെ ആ ഒരു കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ സുതിയാണോ എല്ലാവരും കൊണ്ടുപോകേണ്ട ആള്? ഇഫ് യു വോണ്ട് ടു ടെൽ എന്നെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് പറയണമെന്ന് പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രേ ടു ഗാഡ്. ഗാഡിനോട് പറയണം എന്നെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ രേണുവിന്റെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ഇതുപോലെ മെസ്സേജ് ഞാൻ പറയില്ല എന്നാണ് വേണ്ടതെങ്കിൽ യു ഹാവ് ടു പ്രേ ടു ഗാഡ്, നോട്ട് ടു സുതി. സുതിയല്ല ആരെങ്കിലും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നന്നായിട്ട് നരകിപ്പിച്ച് അനുഭവിപ്പിച്ചിട്ട് മാത്രമേ ഇവരെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് സുധീനോട് റിക്വസ്റ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടു ഡാനി. ഇറ്റ് വാസ് വെരി ഫണ്ണി ഫോർ മീ. കാരണം എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം ഐ വാസ് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കോമഡി വീഡിയോ ഫോർ മീ. യെസ്. സോ പോയിട്ട് വന്ന ആളാണ്. ഓക്കെ, അപ്പം നരകിച്ചു പോകണോ നല്ലോണം പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സുതിയല്ല കേട്ടോ, ഗാഡാണ്. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ തിരിച്ചു വന്നതല്ല. ഐ ഹാവ് ഇനഫ് ഡ്യൂട്ടീസ് ടു ഡു ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. എനിക്ക് തന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നും അത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ആർക്ക് വളരെ ക്ലിയറോടുകൂടി എനിക്ക് കിട്ടുന്ന മെസ്സേജസും എല്ലാം ഫോർവേഡ് ചെയ്യേണ്ട ടൈമിങ്ങിൽ ഞാൻ ചെയ്തിരിക്കും. അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്മാർക്കും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനിയിപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് തോന്നിയാലും പോസിറ്റീവായിട്ട് തോന്നിയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആര് തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യന്മാർ ആര് തന്നെയും എന്നെ സ്റ്റോപ്പ് ചെയ്യിക്കണം എന്ന് കരുതിയാൽ അത് നടക്കില്ല. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക് നോട്ട് ടു സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ റിഫാസ് കേസ് അതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, മെഹനാസ്, ജംഷാദ്, ആഷിഖ്, ബെൻസർ, എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരും. ഓക്കെ, അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രൂഫുകൾ വേണം. എല്ലാവരും പറയുന്നുണ്ടല്ലോ സോളുകൾ വന്നിങ്ങനെയൊക്കെ പറയുമ്പം സോളുകളെ കൊണ്ട് തന്നെ ചെയ്യും. പ്ലീസ് തിങ്ക്, ഗാഡ് നല്ലൊരു ബ്രെയിൻ തന്നിട്ടുണ്ടല്ലോ എല്ലാവരുടെയും ഉള്ളിൽ. ആ ബ്രെയിനിലൊന്ന് ചിന്തിച്ചോടെ, സോളിന് വന്നിട്ട് ലീഗൽ ആക്ഷൻസ് എടുക്കാൻ പറ്റുമോ ഭൂമിയിൽ? നോ, റൈറ്റ്? അപ്പം ലീഗൽ ആക്ഷൻസ് മൂവ് ചെയ്ത് പോകണമെങ്കിൽ ദർ നീഡ് എ പ്രൂഫ്, റൈറ്റ്? അപ്പൊ ആ പ്രൂഫ് വേണമെങ്കിൽ ആൾക്കാരെ തന്നെ കൊണ്ട് ഓരോന്നും പറയണ്ടേ പുറത്ത്. അതുകൊണ്ടാണ് ഈ മെസ്സേജസ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൂഫൊക്കെ കൊണ്ടുവന്ന്, പ്രൂഫ് എവിടുന്ന് കൊണ്ടുവരുന്ന വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് സോളുകൾ തന്നെ ഓരോന്ന് കൊണ്ടുവരും. ജസ്റ്റ് വെയിറ്റ്. സോളുകൾ എന്ന് ഞാൻ എടുത്ത് പറയുമ്പം ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇറ്റ് ഇസ് എ ഡീമോണിക് സോൾസ്. നോ, ദേ ആർ നോട്ട് എ ഡീമോണിക് സോൾസ്. ദേ ഓൾ ആർ ഹോളി സ്പിരിറ്റ്സ്. ഹോളി സ്പിരിറ്റ്സ് ഫ്രം ഗാഡ്. അവരാണ് ഈ കേസിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. സോ ഫോർ ഷുവർ റിഫ കേസ് വിൽ ബി എ സക്സസ്ഫുൾ കേസ് ആൻഡ് ഇറ്റ്സ് എ മിറക്കൽ കേസ്. റിഫയുടെ കേസിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഗോഡ് ചൂസ് ചെയ്തേക്കുന്നതെന്നും ആർക്കൊക്കെയാണ് അതിൽ ഓരോ പോയിന്റ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഐ നോ വെരി വെൽ അബൌട്ട് ദാറ്റ്. സോ അതിലിപ്പോൾ റേണു ഇൻവോൾവ് ആയാലും സജന ഇൻവോൾവ് ആയാലും ആര് തന്നെ ഇൻവോൾവ് ആയാലും ഇതൊക്കെ പ്രൂഫായിട്ട് കോടതിയിൽ കോർട്ടിലെത്തേണ്ട കാര്യങ്ങളാണ്. ഇനി ആരൊക്കെ പറയുന്നാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് കോർട്ടിലെത്തും ചെയ്യും. അതിൽ റിഫയുടെ കേസ് കേരളത്തിലും ദുബായിൽ കണക്ട് ചെയ്തിട്ടുള്ള കേസാണ് ആൻഡ് ഇറ്റ് വിൽ ബി എ സക്സസ്ഫുൾ കേസ്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് മോർ ടു സേ അബൌട്ട് ദിസ്. എന്തുകൊണ്ടാണ് ഞാൻ റേണുവിന്റെ പിറകെയും ഓരോ ആൾക്കാരുടെ പിറകെയും വൈ ഐ ആം മൂവിങ് ലൈക്ക് ദിസ്? ബിക്കോസ് ഇത് റിഫ എന്ന് പറയുന്ന സോളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ഇനി റേണുവിന്റെ പറഞ്ഞാൽ മാത്രമേ റിഫയുടെ കേസ് സക്സസ് ആവുള്ളൂ എന്ന് ചിന്തിച്ചാൽ നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. റേണുവിനുള്ള ചാൻസ് ആണ്, വൺ ചാൻസ് ആണ് ലൈഫിൽ തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഗോഡ് കൊടുത്തിട്ടുണ്ട് റേണുവിന്. ചിലപ്പോൾ അത് സുധിയുടെ പ്രേ തന്നെ ആയിരിക്കാം, പറയാനും പറ്റില്ല.
അത് സുധിയുടെ മകന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നോട്ട് ലൈക്ക് ദ വേ ഹൗ ഷീ വാസ് ലിവിങ് ഹർ ലൈഫ്, നോട്ട് ലൈക്ക്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇവിടെ റൂഹി ജാൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് റിഫയുടെ കേസും തെളിയും രേണു സുധിക്ക് ഒരു താക്കീത് കൊടുത്തു എന്നൊക്കെയാണ്. ഓക്കെ, ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. ഓക്കെ.